Hello everyone. Today we are going to discuss the fourth module of Indian financial markets. So, Indian financial മാർക്കറ്റിന്റെ അല്ലെങ്കിൽ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ ഒരു ബേസിക് പറയുകയാണെങ്കിൽ we have already seen that Indian financial system we can classify it into four. That is financial institutions, which includes banking, non-banking, അങ്ങനത്തെ. Then financial instruments, which includes shares, debentures, and so on. Then financial services, that includes hire purchase, leasing, അങ്ങനെ that kind of services. And last classification is financial market. So what is financial market? It is a market where financial instruments are traded. And ഈ ഫിനാൻഷ്യൽ മാർക്കറ്റിനെ നമുക്കറിയാം രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫിനാൻഷ്യൽ മാർക്കറ്റിനെ കുറിച്ചാണ് നമ്മൾ ഈ മോഡ്യൂളിൽ ഈ ഒരു സബ്ജക്റ്റിൽ കൂടുതൽ പഠിക്കുന്നത്. And financial markets can be classified into two. What are they? Money market and capital market. And this capital market can be classified into primary market, secondary market and derivatives market. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഈ ഒരു ക്ലാസിഫിക്കേഷൻ ആണ്. ഇവിടെ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ തുടങ്ങി ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു ഫോർ. ആൻഡ് ഈ ഫിനാൻഷ്യൽ മാർക്കറ്റിനെ നമ്മൾ എടുത്തു. ആൻഡ് ഈ ഫിനാൻഷ്യൽ മാർക്കറ്റ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു, മണി ആൻഡ് ക്യാപിറ്റൽ. ഈ ക്യാപിറ്റൽ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തു. ഈ ക്യാപിറ്റൽ മാർക്കറ്റിന്റെ ഒരു ഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആൻഡ് ഇൻ ഫസ്റ്റ് മോഡ്യൂൾ വി ഹാവ് സീൻ ഓൾ ദീസ് തിങ്സ് ഇൻ എ നട്ട്ഷെൽ. ആൻഡ് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്താണെന്ന് പഠിച്ചു. അതുപോലെ തന്നെ മണി മാർക്കറ്റ് എന്താണെന്ന് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ പഠിച്ചു. അടുത്ത മൊഡ്യൂൾ നമ്മൾ സെക്കൻഡ് മൊഡ്യൂൾ തൊട്ട് ക്യാപിറ്റൽ മാർക്കറ്റിന്റെ ക്ലാസിഫിക്കേഷൻ, ഓൾസോ ക്യാപിറ്റൽ മാർക്കറ്റിനെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷനും ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചിട്ടുണ്ട്. സെക്കൻഡ് മൊഡ്യൂൾ ക്യാപിറ്റൽ മാർക്കറ്റിന്റെ ക്ലാസിഫിക്കേഷനായ പ്രൈമറി മാർക്കറ്റിനെ കുറിച്ച് പഠിച്ചു. ആൻഡ് ഇൻ തേർഡ് മൊഡ്യൂൾ ഇറ്റ് ഇസ് റിഗാർഡിംഗ് സെക്കൻഡറി മാർക്കറ്റ്. ഫോർത്ത് മൊഡ്യൂൾ ഡെറിവേറ്റീവ്സിനെ കുറിച്ച്. ആൻഡ് ഇൻ ഫിഫ്ത്ത് മൊഡ്യൂൾ എന്താണ് പഠിക്കാൻ പോകുന്നത്? ഇവരെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഈ മൂന്ന് സെക്കൻഡറി മാർക്കറ്റിനെ അഥവാ ക്യാപിറ്റൽ മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്ന സെബിയെ കുറിച്ചാണ്, റെഗുലേറ്റർ ഓഫ് ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റ് സെബിയെ കുറിച്ചാണ് ഫിഫ്ത്ത് മൊഡ്യൂൾ പഠിക്കുന്നത്. സോ ഇൻ എ നട്ട്ഷെൽ we have studied all these things and now we are going to discuss derivatives. Derivatives എന്ന് പറഞ്ഞാൽ what is that? It is an important capital market instrument. Primary marketum, secondary marketum, derivative marketum ഉണ്ട്. Derivative market basically means it is a market where derivatives are traded. What are derivatives? Derivatives are assets whose value is derived from the value of an underlying asset. അതായത് ഇവിടെ ഡയറക്റ്റ്ലി നമുക്ക് ഒരു സാധനം എന്ന് പറയാൻ പറ്റില്ല. ഒരു അണ്ടർലൈങ് അസറ്റ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ അണ്ടർലൈങ് അസറ്റ് ഗോൾഡ് ആണെന്ന് വെച്ചോ. അണ്ടർലൈങ് അസറ്റ് ക്യാൻ ബി എനിത്തിങ്. അത് ഗോൾഡ് ആവാം, ജ്വല്ലറി ആവാം, വീറ്റ് ആവാം, റൈസ് ആവാം, കാഷ് ആവാം, ഫോറിൻ കറൻസി ആവാം, ഇറ്റ് ക്യാൻ ബി എനിത്തിങ്. ഇതൊരു ഗോൾഡ് കോയിൻ ആണ്. ആൻഡ് ഈ ഗോൾഡ് കോയിന്റെ പൈസ കൂടുമ്പോൾ എന്താവും? ഈ ഡെറിവേറ്റീവ്സിന്റെ പൈസ കൂടും. ആൻഡ് ഗോൾഡിന്റെ പൈസ കുറയുമ്പോൾ എന്താവും? ഈ ഡെറിവേറ്റീവ്സിന്റെ പൈസ കുറയും. സോ ദിസ് കൈൻഡ് ഓഫ് ഡെറിവേറ്റീവ്സ് ഡസ് നോട്ട് ഹാവ് ഇൻഡിപെൻഡന്റ് വാല്യൂ. അതിന് സ്വന്തമായിട്ട് വാല്യൂ ചെയ്യുന്നില്ല. വാല്യൂ ഇസ് ഡിറൈവ്ഡ് ഫ്രം അനദർ ഇൻസ്ട്രുമെന്റ് ഓർ അനദർ അസെറ്റ്. ഇതിന് എപ്പോഴും ഒരു അണ്ടർലൈങ് അസെറ്റ് ഉണ്ടാവും. ആ അസെറ്റിന്റെ വാല്യൂവിനനുസരിച്ചിരിക്കും ഇതിന്റെ വാല്യൂ. സപ്പോസ് അണ്ടർലൈങ് അസെറ്റ് നമുക്കൊരു കമോഡിറ്റി റൈസ് ആണെന്ന് വിചാരിക്കുക. ഒരു ഡെറിവേറ്റീവ് ഉണ്ട്. ആ ഡെറിവേറ്റീവ് എപ്പോഴും ഡിപ്പെൻഡന്റ് ആയിരിക്കും. ഇറ്റ് ഇസ് ഡിപ്പെൻഡന്റ് ഓൺ റൈസ് എന്ന് വിചാരിച്ചോ. അപ്പൊ എന്താണ്? റൈസിന്റെ വില കൂടിയ ഈ ഡെറിവേറ്റീവിന്റെ വില കൂടും. റൈസിന്റെ വില കുറഞ്ഞാൽ ഡെറിവേറ്റീവിന്റെ വില കുറയും. ദസ് ഡെറിവേറ്റീവ്സ് ഡു നോട്ട് ഹാവ് ഇൻഡിപെൻഡന്റ് വാല്യൂ. അപ്പം ഡെറിവേറ്റീവ്സിന്റെ പ്രൈസ് കുറഞ്ഞാൽ എന്താകും? ഡെറിവേറ്റീവ് ഡിപ്പെൻഡന്റിന്റെ പ്രൈസ് കുറഞ്ഞാൽ എന്താകും? ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെന്റ്സിന്റെ പൈസ കുറയും. ആൻഡ് അക്കോർഡിംഗ് ടു IMF, ഇത് ഡെറിവേറ്റീവ്സിന്റെ ഡെഫിനിഷൻ ആണ്. Financial derivatives are financial instruments that are linked to specified financial asset. അതായത് it is always linked to an underlying asset. അതിന് ഒറ്റയ്ക്ക് ഒരു വാല്യൂ ഇല്ല. ആൻഡ് ദിസ് ഡെറിവേറ്റീവ്സിന് നമുക്ക് ബ്രോഡ്ലി രണ്ട് ഹെഡായിട്ട് ക്ലാസിഫൈ ചെയ്യാം. കമോഡിറ്റി ഡെറിവേറ്റീവ്സ് ആൻഡ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ്. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ അടുത്തടുത്ത സ്ലൈഡ്സിൽ നോക്കും. എനിവേ, കമോഡിറ്റി ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ the value of a derivative depend upon commodities such as rice, wheat, etc. And financial derivatives means the value of derivative depends upon financial instruments such as shares, bonds, mutual funds, and so on. So in a nutshell, derivatives means
ദീസ് ആർ അസറ്റ്സ്. അതൊന്നുമല്ല, ദീസ് ആർ അസറ്റ്സ് ദാറ്റ് ആർ ട്രേഡഡ് ഇൻ, എവിടെ ട്രേഡ് ചെയ്യുന്നതാണ് ഡെറിവേറ്റീവ്സ്? ദാറ്റ് ആർ ട്രേഡഡ് ഇൻ ക്യാപിറ്റൽ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റിലെ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് ഡെറിവേറ്റീവ് മാർക്കറ്റ്സ്. ആൻഡ് ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാപിറ്റൽ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. ഷെയർ പോലെ, ഡിബെഞ്ചർ പോലെ ക്യാപിറ്റൽ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഡെറിവേറ്റീവ്സ്. ആൻഡ് വാട്ട് ആർ ദോസ് ഡെറിവേറ്റീവ്സ്? ദീസ് ആർ അസറ്റ്സ് whose value is derived from the value of an underlying asset. So അവിടെ എന്താണ്? അവിടെ എപ്പോഴും ഒരു അണ്ടർലൈങ് അസറ്റ് ഉണ്ട്. ഇറ്റ് ഡസ് നോട്ട് ഹാവ് an independent value. And so the features of derivatives include, അതൊരു കോൺട്രാക്റ്റ് ആണ്. അതായത് നമ്മൾ ഷെയർ വാങ്ങുകയും വിൽക്കുകയും അല്ലെങ്കിൽ ബാങ്കിൽ പോയി പൈസ ഡെപ്പോസിറ്റ് ചെയ്താലും അതൊക്കെ ഒരു കോൺട്രാക്റ്റ് ആണല്ലോ. ഇത്ര കാലത്തേക്ക് ഇത്ര ഇൻട്രസ്റ്റിന് ഡെപ്പോസിറ്റ് ചെയ്തു, അതൊരു കോൺട്രാക്റ്റ് ആണല്ലോ. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ എന്ത് ചെയ്യും? നമ്മുടെ പൈസ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന പോലെ, ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ ഡെറിവേറ്റീവ്സിൽ ഇടും. ഇത്ര കാലത്തേക്ക് ഇത്ര പൈസ ഇടും എന്ന് പറഞ്ഞു. സോ ഇറ്റ് ഇസ് എ കോൺട്രാക്ട്. ഓൾസോ ഇറ്റ് ഇസ് എ സെക്കൻഡറി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്. ആൻഡ് അവിടെ ഒരു അണ്ടർലൈങ് അസറ്റ് ഉണ്ട്. ഇറ്റ്സ് വാല്യൂ ഓൾവേസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ വാല്യൂ ഓഫ് എൻ അണ്ടർലൈങ് അസറ്റ്. ഡെറിവേറ്റീവ്സിന്റെ ടൈപ്പ് നമ്മൾ പറഞ്ഞല്ലോ. മെയിൻ ക്ലാസിഫിക്കേഷൻ എന്താണ്? കമോഡിറ്റി ഡെറിവേറ്റീവ്സ് ആൻഡ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് ആണ്. ആൻഡ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സിന്റെ അഗെയിൻ ക്ലാസിഫിക്കേഷൻ ആണ് എന്ത്? ഫോർവേഡ്സ്, ഫ്യൂച്ചേഴ്സ്, ഓപ്ഷൻസ്, സ്വാപ്സ് എന്നൊക്കെ ഉള്ളത്. ആൻഡ് പ്രൈസിങ്, ഈ ഡെറിവേറ്റീവ്സിന്റെ പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ അത് കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് അണ്ടർലൈങ് അസറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. നമ്മൾ കമോഡിറ്റി ഡെറിവേറ്റീവ് റൈസിന്റെ അണ്ടർലൈങ് അസറ്റ് ആണ് വെക്കുന്നെങ്കിൽ റൈസിന്റെ പ്രൈസിനെ ഡിപ്പെൻഡ് ചെയ്യും ഇതിന്റെ പ്രൈസിങ്. സോ കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് സാധനമാണ്. ആൻഡ് ഇത് ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെന്റ്സിന് ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്. നമുക്ക് ഒരുപാട് കാര്യത്തിന്, പ്രോഫിറ്റിന് വേണ്ടി യൂസ് ചെയ്യാം, ട്രേഡിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാം, ഹെഡ്ജിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിസ്ക് കുറയ്ക്കുന്നതിനാണ് ഹെഡ്ജിങ് എന്ന് പറയാം. വിൽ സീ വാട്ട് ഇറ്റ് ഇസ്. ഹെഡ്ജിങ്ങിന് വേണ്ടിയൊക്കെ യൂസ് ചെയ്യാം. ആൻഡ് എക്സ്പയറേഷൻ, ഇതിനൊരു ടൈം പീരീഡ് ഉണ്ട്. അത് ഒരു 10 ദിവസത്തെ ഡെറിവേറ്റീവ്സ്, 30 ഡേയ്സിന്റെ ഡെറിവേറ്റീവ്സ്, 3 മന്ത്സിന്റെ ഡെറിവേറ്റീവ്സ്, 6 മന്ത്സിന്റെ ഡെറിവേറ്റീവ്സ്, അങ്ങനെ ഇതിന് എക്സ്പയറി ഡേറ്റ് ഉണ്ട്. അതുപോലെ സെറ്റിൽമെന്റ്സ്, ഡെറിവേറ്റീവ് എങ്ങനെ സെറ്റിൽ ചെയ്യും? ഇപ്പൊ കമോഡിറ്റി ഡെറിവേറ്റീവ്സ് ആണെങ്കിൽ, റൈസ്, വീറ്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ അത് വാങ്ങി അല്ലെങ്കിൽ വിറ്റ് എന്ത് ചെയ്യും? അത് സെറ്റിൽ ചെയ്യും. നേരെ മറിച്ച് അണ്ടർലൈങ് ഇൻസ്ട്രുമെന്റ് ക്യാഷ് ആണെങ്കിൽ എന്താണ്? ക്യാഷ് വെച്ച് സെറ്റിൽ ചെയ്യും. എപ്പോഴും അതിന് എക്സ്പയറേഷനും ഉണ്ട്, സെറ്റിൽമെന്റും ഉണ്ട്. സോ ദീസ് ആർ ദ ഡിഫറെന്റ് ഫീച്ചേഴ്സ് ഓഫ് ഡെറിവേറ്റീവ്സ്. വാട്ട് ഇസ് ഡെറിവേറ്റീവ്സ് എന്ന് പഠിച്ചാൽ തന്നെ അതിന്റെ ഫീച്ചേഴ്സ് മനസ്സിലാവും. സോ വാട്ട് ആർ ദ നെക്സ്റ്റ് നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഡെറിവേറ്റീവ്സ്? എന്തിനാണ് നമ്മൾ ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെന്റ്സിൽ ട്രേഡ് ചെയ്യുന്നത്? ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് വൺ ഇസ് ഇറ്റ് ഹെൽപ്സ് ഇൻ ട്രാൻസ്ഫറിങ് ഓർ റിഡ്യൂസിങ് റിസ്ക്. ഡെറിവേറ്റീവിൽ ട്രേഡ് ചെയ്താൽ റിസ്ക് കുറയും എന്നാണ് പറയുന്നത്. അത് ഹൗ ഇറ്റ് റിഡ്യൂസസ് റിസ്ക് എന്നുള്ളത് വിൽ സി. ആൻഡ് ഇറ്റ് ഇൻക്രീസസ് മാർക്കറ്റ് എഫിഷ്യൻസി, അതായത് മാർക്കറ്റിൽ ലിക്വിഡിറ്റി ഒക്കെ കൊണ്ടുവരാൻ സഹായിക്കും. ഒരുപാട് പേര് ഡെറിവേറ്റീവിൽ ട്രേഡ് ചെയ്താൽ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിന് എന്താവും? ഭൂമിയും ഒരുപാട് പേര് ഇൻവെസ്റ്റ് ചെയ്യും. ഇന്ത്യക്ക് ഗ്രോത്ത് ഉണ്ടാവാൻ വേണ്ടി സഹായിക്കും. അതുപോലെ തന്നെ ട്രേഡിംഗ് വോളിയം കൂടുകയും ചെയ്യും. അതുപോലെ തന്നെ വേറെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ ഇറ്റ് ഹെൽപ്സ് ഇൻ ഇൻക്രീസിങ് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്. നമ്മൾ ബാങ്കിൽ FD ഇടുന്ന പോലെ നമുക്ക് എവിടെ ഇൻവെസ്റ്റ് ചെയ്യാം? പൈസ ഡെറിവേറ്റീവ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ നമ്മുടെ സേവിങ്സും കൂട്ടും, നമുക്കൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ആക്ട് ചെയ്യുകയും ചെയ്യും. ആൻഡ് അവിടെ ട്രാൻസാക്ഷൻ കോസ്റ്റ് കമ്പാരിറ്റീവ്ലി കുറവാണ്. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന് അല്ലെങ്കിൽ ഏതൊരു സ്റ്റോക്ക് മാർക്കറ്റിനെയും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെറിവേറ്റീവ്സ് സഹായിക്കും. ഒരുപാട് പേര് ഡെറിവേറ്റീവ്സിൽ ട്രേഡ് ചെയ്താൽ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിന്റെ ഗ്രോത്ത് ഉണ്ടാവും. ആൻഡ് ഓൾസോ ഇറ്റ് ഹെൽപ്സ് ഇൻ മാനേജിങ് പോർട്ട്ഫോളിയോ. അതായത് വി ഹാവ് ഓൾറെഡി സീൻ നമ്മുടെ റിസ്ക് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും എന്നുള്ളത് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ എന്താ? പോർട്ട്ഫോളിയോ മീൻസ് നത്തിങ്. ഇറ്റ് ഈസ് നമ്മുടെ സേവിങ്സ് ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് ആണ് പോർട്ട്ഫോളിയോ. നമുക്കിപ്പോൾ ഒരു 10,000 രൂപ ഉണ്ടെങ്കിൽ 5,000 രൂപ നമ്മൾ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യാം, 3,000 രൂപ നമ്മൾ FD യിൽ ഇൻവെസ്റ്റ് ചെയ്യും, 2,000 രൂപ നമ്മൾ ഡെറിവേറ്റീവ്സിൽ ഇൻവെസ്റ്റ് ചെയ്യും വെച്ചാൽ ഇതിനെ കംപ്ലീറ്റ്ലി നമ്മൾ വിളിക്കുന്ന പേരാണ് പോർട്ട്ഫോളിയോ. അപ്പൊ നമ്മുടെ സേവിങ്സിന്റെ മൊത്തം റിസ്ക് മാനേജ് ചെയ്യാൻ എന്ത് സഹായിക്കും? ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെന്റ്സ് സഹായിക്കും. സോ ദീസ് ആർ this is all about what is derivatives, what are the features of derivatives and importance of derivatives. അപ്പൊ ഇത്രയും മനസ്സിലാക്കുക. ഡെറിവേറ്റീവ്സ് എവിടെ ട്രേഡ് ചെയ്യുന്നതാണ്? നമ്മുടെ ക്യാപിറ്റൽ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഡെറിവേറ്റീവ്സ്. അതിന്റെ പ്രത്യേകത എന്താണ്? ദീസ് ആർ അസറ്റ്സ് whose value is derived from the value of an underlying asset. ഇതിന് ഒറ്റയ്ക്കൊരു വാല്യൂ ഇല്ല, അത് ഡിപ്പെൻഡന്റ് അല്ല,
അത് ഒരു ഇൻഡിപെൻഡന്റ് അല്ല, അതെന്താണ് ഒരു ഡിപ്പെൻഡന്റ് ആണ്. എപ്പോഴും ബാക്കിയുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന സാധനത്തിന് വിളിക്കുന്ന പേരാണ് അണ്ടർലൈങ് എസെറ്റ്. അത് ഗോൾഡിലാവാം, കറൻസിയിലാവാം, കമോഡിറ്റിയിലാവാം. അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് ഡെറിവേറ്റീവ്സ്. ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഡിറൈവ് ചെയ്യുന്നു വാല്യൂ. ഇറ്റ് ഡസൻ ഹാവ് ഇൻഡിപെൻഡന്റ് വാല്യൂ. അതിന്റെ മെയിൻ ക്ലാസിഫിക്കേഷൻ ആണ് കമോഡിറ്റി ഡെറിവേറ്റീവ്സും ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സും. അതിന്റെ ഇൻ ഡീറ്റെയിൽസ് നമ്മൾ അപ്കമിങ് സ്ലൈഡ്സിൽ പഠിക്കും. And we have also seen the features of derivatives and need and importance of derivatives. And next slide, we'll see what are the disadvantages, also the participants in derivative markets and so on.